ബജറ്റ് അവലോകനത്തിലേക്ക് കടക്കുകയാണ്. NK പ്രേമചന്ദ്രൻ MP ഡൽഹിയിലുണ്ട്. ജി സോമശേഖരൻ നായർ അദ്ദേഹം ബാങ്കിംഗ് വിദഗ്ധനാണ്. ഒപ്പം AR റഹീം MP-യും BJP നേതാവ് B ഗോപാലകൃഷ്ണനും അല്പസമയത്തിനകം ചേരും. ആദ്യം ശ്രീ NK പ്രേമചന്ദ്രൻ, പുതിയ സർക്കാരിൻ്റെ മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യത്തെ ബജറ്റ് എന്ന അധിക പ്രാധാന്യം നിർമ്മല സീതാരാമൻ്റെ ഈ ബജറ്റിന് ഉണ്ട്. ആ സാഹചര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇത് രാജ്യത്തെ ആകെ കണക്കിലെടുത്തുകൊണ്ട് വരുന്ന ഒരു വർഷത്തേക്കുള്ള ഒരു റോഡ് മാപ്പായി കാണാൻ കഴിയുമോ? അതോ രണ്ട് സംസ്ഥാനങ്ങളെ BJP-യെ സംബന്ധിച്ച് അവരുടെ 240 MP-മാർക്ക് പിന്തുണയായി രണ്ട് പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ ഇല്ലെങ്കിൽ ഈ സർക്കാരിന്റെ നിലനിൽപ്പ് പ്രതിസന്ധിയിലാണ്. അങ്ങനെ ആന്ധ്ര ബീഹാർ ബജറ്റായി ചുരുങ്ങിപ്പോയോ? എന്താണ് താങ്കളുടെ വിലയിരുത്തൽ? ഈ ബഡ്ജറ്റ് പൊതുവെ പരിശോധിച്ചാൽ കഴിഞ്ഞ 10 വർഷം നരേന്ദ്രമോദി ഗവൺമെൻറ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ള ബഡ്ജറ്റുകൾ എന്ന് തികച്ചും വ്യത്യസ്തമാണ്. ആ ഘടനാപരമായ വ്യത്യാസം എന്താണ് എന്ന് പരിശോധിച്ചാൽ രാഷ്ട്രീയ സമ്മർദ്ദ ഗ്രൂപ്പുകൾക്ക് വഴങ്ങിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഈ പ്രാവശ്യം അവതരിപ്പിച്ചത്. എല്ലാ കാലവും ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ സംസ്ഥാനങ്ങൾ ആവശ്യമുന്നയിക്കുമ്പോൾ പ്രത്യേക പാക്കേജോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ആനുകൂല്യങ്ങളോ പൊതുവെ പറയാറില്ല, പ്രഖ്യാപിക്കാറില്ല. അപ്പോൾ ഇത് പൂർണ്ണമായും ഞങ്ങൾ ചർച്ചകളിൽ പറയുന്ന പോലെ ഒരു N²DA ഗവൺമെൻറ്, അതായത് നായിഡു നിതീഷ് ഡിപ്പെൻഡൻറ്റ് അലയൻസ്, നായിഡുവിനെയും നിതീഷിനെയും ആശ്രയിച്ചിട്ടുള്ള സഖ്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഗവൺമെൻറ് എന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തെ ശരിവയ്ക്കുന്ന നയസമീപനമാണ് ബഡ്ജറ്റ് പ്രസംഗത്തിൽ മൊത്തം നമ്മൾ കണ്ടത്. അതിൽ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും പ്രത്യേക പരിഗണന നൽകിക്കൊണ്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ. പക്ഷേ ആ പ്രഖ്യാപനങ്ങളുടെ ഉള്ളടക്കം പരിശോധിച്ചാൽ അറിയാം, അത് ഈ രണ്ട് സംസ്ഥാനത്തെയും ഈ പാർട്ടികളെ സംതൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കേവല പ്രഖ്യാപനങ്ങളാണ്. സംസ്ഥാനങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികളാണ്. 2 എക്സ്പ്രസ് ഹൈവേ ബീഹാറിന് പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ മറ്റ് പദ്ധതികളൊക്കെ പ്രസാദ ടൂറിസം സ്കീമിലൊക്കെ ഉൾപ്പെട്ട പദ്ധതികൾ പേരെടുത്ത് പറഞ്ഞ് പ്രഖ്യാപിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ പരിശോധിക്കുമ്പോൾ പൂർണ്ണമായും JDU-വിൻ്റെയും TDP-യുടെയും രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി മാത്രമേ തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നവർ തെളിയിച്ചു. അത് ഈ ഗവൺമെൻറ്റിൻ്റെ അസ്ഥിരതയെ സൂചിപ്പിക്കുന്നതാണ്. മാത്രമല്ല, ഇത് പറയുമ്പോൾ തന്നെ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ, കേരളം, തമിഴ്നാട്, കർണാടക, അതുപോലെ ഉത്തരേന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ പേരൊന്ന് പരാമർശിക്കാൻ പോലും ബഹുമാനപ്പെട്ട മന്ത്രി തയ്യാറായില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഫ്ലഡ് കൺട്രോൾ വിഷയവുമായി ബന്ധപ്പെട്ട്. ആ ഫ്ലഡ് കൺട്രോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സ്റ്റേറ്റുകളെ ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ചൊക്കെ പറയുന്ന ഘട്ടത്തിൽ പോലും കേരളത്തിൽ 2018 ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ മഹാപ്രളയമാണ്. അതുപോലെ ചെന്നൈ പട്ടണം പല ഘട്ടങ്ങളിലും മുങ്ങിപ്പോകുന്ന സ്ഥിതി പോലും ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലുമൊക്കെ ഒരു നീതിപൂർവകമായിട്ടുള്ള സമീപനം ഈ ബഡ്ജറ്റിൽ സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, BJP ഇതര സംസ്ഥാന ഗവൺമെൻറ്റുകളോടൊരു കനത്ത വിവേചനം പ്രകടിപ്പിക്കുന്ന നയമാണ്, നിലപാടാണ് ഈ ബഡ്ജറ്റിലുടനീളം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. തങ്ങളെ പിന്തുണയ്ക്കുന്ന പാർട്ടികൾക്ക് മാത്രം ആനുകൂല്യങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഫെഡറൽ ജനാധിപത്യ സംവിധാനത്തിൽ ഒരിക്കലും ഭൂഷണമായിട്ടുള്ളതല്ല. ആ ഒരു നിലപാടിലേക്ക്, സമ്മർദ്ദ രാഷ്ട്രീയത്തിലേക്ക് വീഴാൻ, അങ്ങനെ പോകാൻ നിർബന്ധിതമായിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം JDU-ൻ്റെയും TDP-യുടെയും സപ്പോർട്ട് ഈ പറയുന്ന വ്യവസ്ഥകൾക്ക് കൂടി വിധേയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ അസ്ഥിരതയെ കൂടി പ്രകടിപ്പിക്കുന്നതാണ്. പ്രതീകാത്മകമായി ഗവൺമെൻറ്റിൻ്റെ സ്ഥിരതയില്ലായ്മയാണ് ഈ ബഡ്ജറ്റ് പ്രസംഗത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ബഡ്ജറ്റിന്റെ പൊതുസ്ഥിതിയെ സംബന്ധിച്ച് ഈ ഒരു വിഷയം നമുക്കൊന്ന് ഡിബേറ്റ് ചെയ്തതിനു ശേഷം ഞാൻ അതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് വരാം. ബി ഗോപാലകൃഷ്ണൻ കൂടി നമ്മോടൊപ്പം ഉണ്ട്. ബി ഗോപാലകൃഷ്ണൻ, ഇതൊരു യൂണിയൻ ബജറ്റ് ആണോ അതോ ബീഹാർ ആന്ധ്ര ബജറ്റ് ആണോ? എങ്ങനെ വിളിക്കണം? ഇത് പ്രതിപക്ഷത്തിന് വേറൊന്നും പറയാനില്ല ഈ ബജറ്റിനെ കുറിച്ച്. അതുകൊണ്ട് പ്രതിപക്ഷം ഇത് ആന്ധ്ര അതുപോലെ ബീഹാർ ബജറ്റാണെന്ന് പറയും. പക്ഷേ ഏറ്റവും രസകരമായ കാര്യം, ഈ കഴിഞ്ഞ 6 പ്രാവശ്യം നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് ബീഹാറിൻ്റെയും ആന്ധ്രയുടെയും രാഷ്ട്രീയ പിന്തുണയില്ലാതെയാണല്ലോ ഞങ്ങൾ അവതരിപ്പിച്ചത്. ആ സമയത്ത് പ്രേമേന്ദ്രനോ അല്ലെങ്കിൽ കോൺഗ്രസ്സോ ബജറ്റ് നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ബജറ്റ് സുസ്ഥിരമായിട്ടുള്ള ഒരു ഭരണത്തിനു വേണ്ടിയായിരുന്നു എന്ന് സൂചിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ സുസ്ഥിരമായിട്ടുള്ള ഭരണത്തിൻ്റെ സുസ്ഥിരതയ്ക്ക് വേണ്ടി ബീഹാറിനും
ആന്ധ്രാപ്രദേശിനും വാരിക്കോരി കൊടുത്തു, അവർക്ക് വേണ്ടിയുള്ള ബജറ്റാണ് എന്ന് ഈ ചർച്ചയിൽ ഇപ്പോൾ പ്രേമേന്ദ്രൻ പറയുന്നു. പക്ഷേ ഇതേ പ്രേമേന്ദ്രൻ അരമണിക്കൂർ മുമ്പ് ഡൽഹിയിൽ പത്രസമ്മേളനത്തിൽ വെച്ച് പത്രക്കാരെ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ആ പത്രസമ്മേളനം വളരെ ശ്രദ്ധയോടുകൂടി കേട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആന്ധ്രയെയും ബീഹാറിനെയും ഈ സർക്കാർ വഞ്ചിച്ചിരിക്കുന്നു എന്നാണ്. കാരണം ഇതൊക്കെ പഴയ പദ്ധതികളാണ്, ഇപ്പോഴത്തെ പദ്ധതികളല്ല. അപ്പോൾ ഇപ്പോഴത്തെ പദ്ധതികളുടെ പേര് പറഞ്ഞു, ഇപ്പോഴത്തെ ഈ പഴയ പദ്ധതികൾക്ക് അനുവദിച്ച തുക, പഴയ പദ്ധതികൾക്ക് ഉണ്ടായിരുന്ന കാര്യങ്ങൾ, റോഡിൻ്റെ വികസനമാണെങ്കിലും ടൂറിസത്തിൻ്റെ വികസനമാണെങ്കിലും എല്ലാം അത് ഇപ്പോൾ കൊടുത്തു എന്ന് കാട്ടുകയാണ്. അതുകൊണ്ട് ആന്ധ്രയെയും ബീഹാറിനെയും വാസ്തവത്തിൽ ഈ സർക്കാർ വഞ്ചിച്ചിരിക്കുകയാണ് എന്നാണ് അരമണിക്കൂർ മുമ്പ്. അല്ല ശ്രീ ഗോപാലകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ വാദം എന്നുള്ള നിലയിൽ മാത്രം എടുക്കേണ്ട. നമ്മൾ ഈ ബജറ്റ് പ്രസംഗം കേട്ടപ്പോൾ ബീഹാറിലെ എത്ര സ്ഥലങ്ങൾ, ഇപ്പോൾ പൊതുവിജ്ഞാന പരീക്ഷയിൽ ആരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ ഇതിലും നല്ലൊരു സംഗതിയില്ല. ബീഹാറിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലങ്ങളെയും, എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെയും, ആരാധനാലയങ്ങളെയും ഒക്കെ ധനമന്ത്രി പേരെടുത്ത് പറയുന്നത് കണ്ടു. പിന്നെ ആന്ധ്രാപ്രദേശിലെയും, ഇപ്പോൾ കേരളം, തമിഴ്നാട്, കർണാടക ഇതുപോലെയുള്ള സംസ്ഥാനങ്ങളും ഈ ഇന്ത്യ മഹാരാജ്യത്തില്ലേ സാർ? അല്ലെങ്കിൽ തന്നെ ഈ സർക്കാരിനെ വിമർശിക്കുന്നത്, അല്ലെങ്കിൽ നായിഡു അതുപോലെ തന്നെ നിതീഷ് ഡിപ്പെൻഡന്റ് അലയൻസ് എന്നാണ് NDA ഇപ്പോൾ ആളുകൾ വിളിക്കുന്നത് തന്നെ. ഞാനൊന്ന് പറഞ്ഞു തീർന്നോട്ടെ. ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ചത് പ്രേമേന്ദ്രനാണല്ലോ, ബഹുമാനപ്പെട്ട MP പ്രേമേന്ദ്രൻ. അദ്ദേഹം നേരത്തെ സംസാരിച്ച അരമണിക്കൂർ മുമ്പ് സംസാരിച്ച കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് കേൾക്കുമ്പോഴേക്കും നിങ്ങളെന്തിനാ അതിന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നത്? അതിൽ അദ്ദേഹം പറഞ്ഞത് ബീഹാറിനെയും ആന്ധ്രയെയും ഈ ബജറ്റ് വഞ്ചിച്ചിരിക്കുന്നു എന്നാണ്. ഇതേ ഭാഷയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അരമണിക്കൂർ മുമ്പ്. അപ്പോൾ മാതൃഭൂമി ചാനലിൽ വന്നിരുന്നിട്ട് നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഘടകവിരുദ്ധമായി ബീഹാറിനും അതിലദ്ദേഹം പറയുന്നുണ്ട് ഇത് നായിഡു ഈ ബീഹാർ ആന്ധ്ര ബജറ്റാണെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിന് ശേഷം അദ്ദേഹം അത് വളരെ കൃത്യമായിട്ട് അവരെയും വഞ്ചിച്ചിരിക്കുന്നു എന്ന രീതിയിലാണ് സംസാരിച്ചത്. ഇപ്പോൾ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഈ ബജറ്റിൽ. ഞാനൊന്ന് പറഞ്ഞ് തീർന്നോട്ടെ അതിനുശേഷം, കാരണം നിങ്ങൾ ബജറ്റിൻ്റെ വിഷയത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കണ്ട, നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബജറ്റിൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു BJP ഇതര പാർട്ടികളോടും സംസ്ഥാനങ്ങളോടും ഒരു ചിറ്റമ്മ നയമാണ് സ്വീകരിക്കുന്നത്, അവരോട് താല്പര്യമില്ല. ഞാൻ ബഹുമാനപ്പെട്ട പ്രേമേന്ദ്രനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ബീഹാർ ആന്ധ്ര എന്ന് പല പ്രാവശ്യം ഉച്ചരിച്ചു. അദ്ദേഹത്തിൻ്റെ നേരത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, പല പ്രാവശ്യം ഉച്ചരിച്ചു എന്ന് മാത്രമല്ല സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു, എന്നിട്ടും കൂടി കേരളത്തിനൊന്നും കൊടുത്തില്ല എന്ന വാക്കും അദ്ദേഹം അതിനകത്ത് സൂചിപ്പിച്ചു. 5 പേര് മന്ത്രിയായിരുന്ന കാലത്ത് കിട്ടിയതിനേക്കാൾ കൂടുതൽ, കോൺഗ്രസിൻ്റെ 5 പേർ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ കിട്ടിയിരുന്നു ഇതുവരെ നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് കേരളത്തിൽ. ഇപ്പം ഞാൻ ചോദിക്കുന്നത് BJP ഇതര പാർട്ടികളോടും ഇതര സംസ്ഥാനങ്ങളോടും ചിറ്റമ്മ നയമാണെങ്കിൽ UPയോ അല്ലെങ്കിൽ ഗുജറാത്തോ അതല്ലെങ്കിൽ BJPയുടെ മറ്റു പല ശക്തി കേന്ദ്രങ്ങളെക്കുറിച്ചോ നിർമ്മല സീതാരാമൻ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടില്ല. അപ്പം എങ്ങനെയാണ് BJP സംസ്ഥാനങ്ങളോട് മാത്രം ഒരു പ്രത്യേക സ്നേഹം, മറ്റുള്ളവരോട് സ്നേഹമില്ല എന്ന് പറയുന്നത് ശരിയാണോ? അതൊരു ശരിയായ വിലയിരുത്തലാണോ? ശരിയാണ്, ആന്ധ്രയുടെയും ബീഹാറിൻ്റെയും കാര്യം ഏറെ അവിടെ സംസാരിച്ചിട്ടുണ്ട്. ഞാനതിനെ ഒരു പൊളിറ്റിക്കൽ ആംഗിളിൽ കാണാൻ ആഗ്രഹിക്കുകയാണ്. അതായത് പൊളിറ്റിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ അവർ സ്പെഷ്യൽ പാക്കേജ് ആവശ്യപ്പെട്ടിരുന്നു. അവർ സ്പെഷ്യൽ പാക്കേജ് ആവശ്യപ്പെടുകയും ഈ ഗവൺമെൻറ്റിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങളുടെ സംസ്ഥാനങ്ങൾക്കൊരു സ്പെഷ്യൽ പാക്കേജ് കൊടുക്കണം എന്ന് പറയുകയുമുണ്ടായി. നമുക്കറിയാം ആന്ധ്രാപ്രദേശ് റീഓർഗനൈസേഷൻ ആക്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് നായിഡു പണ്ട് പിരിഞ്ഞു പോകുന്നത്. അത് ശരിയാണ്, സത്യമാണ്, ഞാൻ നിഷേധിക്കുന്നില്ല. അവിടെ തന്നെയല്ലേ ശ്രീ ഗോപാലകൃഷ്ണൻ ചോദ്യം, ആന്ധ്രാപ്രദേശ് റീഓർഗനൈസേഷൻ ആക്ട് ഏത് വർഷത്തിലാണ്? 10 വർഷം കഴിഞ്ഞു, 10 കൊല്ലവും നിങ്ങളാണ് ഭരിച്ചത്. നേരത്തെ നായിഡു ചോദിച്ചിട്ട് കൊടുത്തില്ല, ഇപ്പൊ കൊടുക്കുന്നു. ഇതന്നെയല്ലേ എക്സാക്ട്ലി NK പ്രേമചന്ദ്രൻ പറഞ്ഞത് തന്നെയല്ലേ ഇപ്പോ നടക്കുന്നത്? നേരത്തെ ചോദിച്ചു, കൊടുത്തില്ല. ആന്ധ്രാപ്രദേശ് റീഓർഗനൈസേഷൻ ആക്ട് 10 കൊല്ലമായിട്ട് ഇവിടെയുണ്ട്. ഇപ്പോൾ അതനുസരിച്ച് ആന്ധ്രാപ്രദേശിന് 15,000 കോടി കൊടുക്കുന്നു, പൊല്ലാവരം പ്രോജക്ടിനെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം നായിഡുവിനെ പേടിയാണ്, നിതീഷിനെ പേടിയാണ്, കൊടുത്തേ പറ്റൂ. അതുകൊണ്ടാണ് ഇതൊരു അസ്ഥിരമായ സർക്കാരാണെന്ന് അദ്ദേഹം വിമർശിക്കുന്നത്. വളരെ വ്യക്തമല്ലേ, സിമ്പിളല്ലേ, കൃത്യമല്ലേ? നിങ്ങളിങ്ങനെ കിടന്ന് കൃത്യമല്ലേ എന്ന് പറയുന്നത് എൻ്റെ മുടി ഭാഷ കേൾക്കൂ. യാതൊരു സംശയവുമില്ല, ബീഹാറിൻ്റെയും
അതുപോലെ ആന്ധ്രാപ്രദേശിൻ്റെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിന്തുണയോട് കൂടിയിട്ടാണ് നരേന്ദ്രമോദി ഭരിക്കുന്നത്. അതിലെന്താ സംശയം? ഞാൻ ചോദിക്കട്ടെ, ഈ ഇന്ത്യയിലുള്ള മറ്റ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടി ചേർന്ന് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കി പ്രഖ്യാപിച്ചാൽ ഇതേപോലെ തന്നെ ഈ എല്ലാ സംസ്ഥാനങ്ങൾക്കും, അതായത് ഇവർക്ക് പിന്തുണ കൊടുക്കുന്ന സംസ്ഥാനങ്ങൾക്കെല്ലാം അവരാവശ്യപ്പെടുന്നതൊക്കെ കൊടുക്കില്ലേ? അല്ല, ഇതൊരു ഞാൻ സാമാന്യവൽക്കരിച്ചുകൊണ്ട് ലോജിക്കലായിട്ട് ചോദ്യം ചോദിക്കുക. ഭാരതീയ ജനതാ പാർട്ടിയുടെ NDA ഗവൺമെൻറ്റാണ് ഇന്ന് ഭരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന NDA ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. ആ ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കുറച്ച് കൂടുതൽ കൊടുക്കും. അതിനെന്താ സംശയം? അതാണ് യുക്തി. ഞങ്ങളെ പിന്തുണയ്ക്കുന്ന ആളുകൾക്ക് ഞങ്ങൾ കുറച്ച് കൂടുതൽ കൊടുക്കും. അതിലെന്താണ് കുറ്റം എന്നുള്ളതാണ് ആ ലോജിക്ക്. അല്ല, അവിടെ ഒന്ന് ശ്രീ ഗോപാലകൃഷ്ണൻ ഇവിടെ സൂചിപ്പിച്ച ഇവർ കൊടുക്കൂലേ? അല്ല, ഞാൻ ഈ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞ ആദ്യത്തെ കാര്യത്തെ ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ഞാൻ നേരത്തെ അരമണിക്കൂർ മുമ്പ് സംസാരിച്ചതും ഇപ്പോൾ സംസാരിക്കുന്നതും ഒന്ന് തന്നെയാണ്. ഞാൻ പറഞ്ഞത് ഇതാണ്: ആന്ധ്രയെയും ബീഹാറിനെയും തൃപ്തിപ്പെടുത്തി എന്ന് വരുത്തി തീർക്കാൻ ഒരു ഫെഡറൽ ജനാധിപത്യ സംവിധാനത്തിൽ നിലനിൽക്കുന്ന ഒരു പൊതു ബഡ്ജറ്റ്, രാജ്യത്തിൻ്റെ പൊതു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ രണ്ട് സംസ്ഥാനങ്ങളുടെ പേരെടുത്ത് ഇങ്ങനെ ആവർത്തിച്ച് പ്രാദേശികമായ സ്ഥലങ്ങളെപ്പോലും വിശദമായി വിവരിക്കുമ്പോൾ മറ്റൊട്ടനവധി സംസ്ഥാനങ്ങൾ വിസ്മരിക്കപ്പെടുന്നു എന്ന് പറയുന്നത് രാഷ്ട്രീയ താല്പര്യത്തിനാണ്. ഞാൻ പറഞ്ഞതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അവിടെയും നല്ലതുപോലെ അവരാവശ്യപ്പെട്ട സ്പെഷ്യൽ പാക്കേജ് കൊടുക്കാൻ ഗവൺമെൻറ് കഴിയുന്നില്ല. കഴിയാത്തത് കൊണ്ട് എന്താണ് പേരെടുത്ത് ഇങ്ങനെ നിരന്തരമായി ഇപ്പോൾ പ്രസാദ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആന്ധ്രാപ്രദേശിലും അതുപോലെ ബീഹാറിലും കുറേ പദ്ധതികൾ പറയുന്നു. ഇത് സ്വാഭാവികമായും രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്നതാണ്. അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് 34,000 കോടി രൂപ പറഞ്ഞിട്ടുണ്ട്. അതും പല സംസ്ഥാനങ്ങളിലുമായി നടക്കുന്ന കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വെറും ഒരു രാഷ്ട്രീയ താല്പര്യം. ഇപ്പം ശ്രീ ഗോപാലകൃഷ്ണൻ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. അതങ്ങ് സമ്മതിച്ചാൽ മതി. ഞങ്ങളെ പിന്തുണയ്ക്കുന്ന ഗവൺമെൻറ് ആയതുകൊണ്ട് ഞങ്ങൾ അവർക്ക് കുറേ കൂടുതൽ കൊടുത്തു എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. അത് തന്നെയാണ് ഞങ്ങളും പറഞ്ഞത്. അതൊരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു യൂണിയൻ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണല്ലോ പാർട്ടി ഓഫ് ഡിഫറൻസ്, വേറിട്ടൊരു പാർട്ടി എന്ന് പറഞ്ഞിട്ടാണല്ലോ 2014 BJP വന്നത്. നിങ്ങൾ സമ്മർദ്ദ ഗ്രൂപ്പുകൾക്ക് വഴങ്ങുന്നു, പ്രാദേശികമായിട്ടുള്ള റീജിയണൽ പാർട്ടീസിൻ്റെ നിർബന്ധങ്ങൾക്കും താല്പര്യങ്ങൾക്കും വഴങ്ങിക്കൊണ്ട് രാജ്യത്തിൻ്റെ പൊതു താല്പര്യം വിസ്മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പാർട്ടി ഓഫ് ഡിഫറൻസ്, വേറിട്ടൊരു പാർട്ടി എന്ന് പറഞ്ഞ് തികച്ചും വ്യത്യസ്തം. അതുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷം നിങ്ങളെടുത്ത നിലപാട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ഇതും കൂടെ ബഡ്ജറ്റിൻ്റെ സ്വഭാവം തന്നെ നിങ്ങൾ മാറ്റി. ബഡ്ജറ്റ് മുൻകാലങ്ങളിൽ റെയിൽവേയുമായി ബന്ധപ്പെട്ടും അതുപോലെ സംസ്ഥാനങ്ങളുടെ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായി ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറയുമായിരുന്നു. അതൊന്നുമില്ലല്ലോ. അപ്പോൾ വേറിട്ടൊരു പാർട്ടി എന്നുള്ള നിങ്ങളുടെ ഒരു കൺസെപ്റ്റ് അത് മാറുകയാണ്. മാറുന്നത് എന്തുകൊണ്ടാണ്? ഈ സമ്മർദ്ദ രാഷ്ട്രീയ ഗ്രൂപ്പുകൾ വരുന്നു. അതിന് കാരണം എന്താണ്? ജനങ്ങൾ നിങ്ങൾക്ക് മാൻഡേറ്റ് ജയിക്കാൻ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഭരിക്കാൻ മാൻഡേറ്റ് നൽകിയില്ല. അതേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള സമ്മർദ്ദ ഗ്രൂപ്പുകൾക്ക് വിധേയമായി പോകുന്ന സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും നിതീഷ് കുമാറിനെ എല്ലാവർക്കും അറിയാം, ചന്ദ്രബാബു നായിഡുവിനെയും അറിയാം. ആ അസ്ഥിരതയുടെ ഒരു പ്രതീകം ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഉണ്ടായി എന്നൊരു രാഷ്ട്രീയമായ പോയിന്റ് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ബഡ്ജറ്റിനെ സംബന്ധിച്ച് വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം. തീർച്ചയായും നായിഡു നിതീഷ് ഡിപെൻഡന്റ് അലയൻസ് ആണോ എന്താണ് സുരേഷ് ഗോപിക്ക് പറയാനുള്ളത് എന്ന് കേട്ടിട്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ ഗോപാലകൃഷ്ണന്റെ പ്രതികരണത്തിലേക്ക് വരാം. ആദ്യം സുരേഷ് ഗോപി. കേരളത്തിന് 2 മന്ത്രിമാരെ മാത്രമേ കിട്ടിയുള്ളൂ, ഒന്നും നടക്കില്ല എന്ന് പ്രതിപക്ഷ എംപിമാരുടെ വലിയൊരു ആരോപണമുണ്ട്. ഇപ്പോൾ ബഡ്ജറ്റിൽ വലിയ രീതിയിൽ അവഗണന കേരളത്തിലുണ്ടായിരുന്നത് എയിംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയർത്തിക്കാട്ടില്ല എന്ന് പറയുന്നത് ആരോപിച്ചോട്ടെ, അത്രേ ഉള്ളൂ. കേരളത്തിന് എന്ത് കിട്ടി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പ്രതിപക്ഷം ആരോപിച്ചോട്ടെ എന്നുള്ള മറുപടിയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടേത്. നമുക്ക് കേരളത്തിന് എന്ത് കിട്ടി എന്നുള്ളത് കൂടി നോക്കണം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ബജറ്റ് ചർച്ചയിലേക്കാണ് വീണ്ടും. ഇതൊരു ആന്ധ്ര ബീഹാർ ബജറ്റ് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ഫെഡറൽ സംവിധാനത്തിന് നിരക്കുന്നതല്ല എന്ന് പ്രതിപക്ഷം പറയുന്നു. എന്നാൽ എല്ലാ ജനവിഭാഗങ്ങളെയും കണ്ടുകൊണ്ട് എന്ന് NDAയും പ്രധാനമന്ത്രിയും പറയുന്നു. നമ്മൾ വീണ്ടും ബജറ്റ് അവലോകനത്തിലേക്ക് കടക്കുകയാണ്. ശ്രീ B. ഗോപാലകൃഷ്ണൻ, നമുക്ക് ഇനി കേരളത്തിൻ്റെ കാര്യം കൂടി ഒന്ന് പരിശോധിക്കാം. താങ്കൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങളെ പിന്തുണയ്ക്കുന്ന ആളുകൾക്ക് ഞങ്ങൾ തിരിച്ചു കൊടുക്കില്ലേ എന്ന്. തൃശ്ശൂർ നോക്കൂ, താങ്കളുടെ സ്ഥലം ആദ്യമായിട്ട് കേരളത്തിൽ BJPക്ക് ഒരു MP ഉണ്ടായിട്ടുള്ള സ്ഥലമാണ്. എന്താണ് നമുക്ക് കിട്ടിയത്? കേരളത്തിന് ആദ്യമായിട്ട് BJPക്ക് ഒരു MPയെ സംഭാവന നൽകിയിട്ട് എന്താണ് കൊടുത്തത്? തൃശ്ശൂരിൽ എന്നല്ല. ഇപ്പോൾ സുരേഷ് ഗോപി എയിംസിൻ്റെ കാര്യം പറഞ്ഞു. എയിംസിനെ കുറിച്ച് ഈ ബജറ്റിലും ഒരു പരാമർശവും ഇല്ല. പോട്ടെ, എന്തൊക്കെയായിരുന്നു? ഇപ്പോൾ നോക്കൂ, പല ഈ
കോറിഡോറുകൾ, ടൂറിസം കോറിഡോറുകൾ പ്രഖ്യാപിച്ചല്ലോ. സ്പിരിച്വൽ ടൂറിസത്തിന്റെ ബീഹാറിൽ 2-3 പ്രഖ്യാപിച്ചു. ബുദ്ധഗയ കോറിഡോർ. ഉത്തർപ്രദേശിലൊന്നുമില്ലെന്ന് ചോദിച്ചു. താങ്കൾ കാശി വിശ്വനാഥ ടെമ്പിൾ കോറിഡോർ പ്രഖ്യാപിച്ചത് കേട്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ നാട്ടിലോ പ്രധാനമന്ത്രി ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വരുന്നു. അദ്ദേഹം തൃപ്രയാറപ്പനെ തൊഴാൻ പോകുന്നു. ഗുരുവായൂർ സുരേഷ് ഗോപിയുടെ മണ്ഡലത്തിലാണ്. അപ്പോൾ തൃപ്രയാർ, ഗുരുവായൂർ, വടക്കുന്നാഥ ക്ഷേത്ര കോറിഡോറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു. പല ആളുകളും പലത്. വടക്കുന്നാഥിന് പോലും ഒരു രക്ഷയില്ല ശ്രീ ഗോപാലകൃഷ്ണൻ ഈ ബജറ്റിൽ. സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചാൽ ഉടനെ കേന്ദ്ര ബജറ്റിൽ കേരളത്തിൻ്റെ വലിയൊരു ആവേശം, വലിയൊരു പ്രാതിനിധ്യം ഉണ്ടാവണം എന്നൊക്കെ പറയുന്നത് ബാലിശമല്ലേ? ബാലിശമായിട്ടുള്ള ഒരു വാദമല്ലേ? നിങ്ങളെ അല്ല ഒരു മിനിറ്റ് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയട്ടെ. അങ്ങനെ പറയുന്നത് ഇപ്പം നേരത്തെ പ്രേമേന്ദ്രൻ, ബഹുമാനപ്പെട്ട MP പ്രേമേന്ദ്രൻ, അദ്ദേഹം ഇത് പത്രസമ്മേളനത്തിൽ പറയുന്നതുകൊണ്ട് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു, എന്നിട്ട് നമുക്കൊന്നും കിട്ടിയില്ല. അല്ല, ഞാൻ ഈ ചോദിക്കട്ടെന്ന്, 5 പേര് ജയിച്ച് കേന്ദ്രത്തിൽ കോൺഗ്രസ്സുകാർ ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഈ മുടങ്ങിക്കിടന്ന ഹൈവേ ഒക്കെ ആ കാലഘട്ടത്തിൽ ചെയ്യുന്നതിന് പകരം ആരും ജയിക്കാത്ത കാലഘട്ടത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് കേരളത്തിന് ഇവരൊക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ കിട്ടിയത്. അതുകൊണ്ട് അത്തരം വാദങ്ങൾ വെറും ബാലിശമാണ്. പിന്നെ ഈ പ്രേമേന്ദ്രൻ വളരെ സൂക്ഷ്മമായിക്കൊണ്ട് വിലയിരുത്തിക്കൊണ്ട് നേരത്തെ സംസാരിച്ചു. ഞാൻ അതും കൂടി ഒന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചതിലേക്ക് വരാം. ഒരു കാര്യം വളരെ വ്യക്തമാണ്. അരമണിക്കൂർ മുമ്പ് പറഞ്ഞത് ബീഹാറിനെയും അതുപോലെ ആന്ധ്രയെയും കാര്യമായിട്ടൊന്നും കൊടുത്തിട്ടില്ല. അവർക്ക് കാര്യമായിട്ടൊന്നും കൊടുത്തില്ല. പിന്നെ എന്തിനാ നിങ്ങൾ ബീഹാർ, ആന്ധ്ര ബജറ്റ് എന്ന് പറയുന്നത്? ആ പറയുന്നത് അർത്ഥമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആ പറയുന്നത് തെറ്റാണ് എന്ന് പ്രേമേന്ദ്രൻ തന്നെ ഈ അരമണിക്കൂർ മുമ്പ് പറഞ്ഞു. ഇപ്പം അദ്ദേഹം ഒന്ന് മാറ്റി, അദ്ദേഹം ഒന്ന് വാലൊന്ന് വേറൊരു ലൈനിലേക്കാക്കിയിട്ടാണ് പറയുന്നത്. എനിക്ക് വിരോധമില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഞാനത് എൻ്റെ ക്ലാരിഫിക്കേഷൻ അത് ഞാൻ പറയുകയും ചെയ്തു. ഇപ്പം നിങ്ങൾ ചോദിച്ചു സുരേഷ് ഗോപി ജയിച്ചു, എന്താണ് ഒന്നും കിട്ടാത്തത്? വാസ്തവത്തിൽ കിട്ടിയില്ല എന്നുള്ളത് നിങ്ങളെപ്പോലെയുള്ള പത്രപ്രതിനിധികളുടെ കേന്ദ്രവിരുദ്ധ മാധ്യമ പ്രചാരകന്മാരുടെ പ്രധാനപ്പെട്ട പണിയാണ്. കേരളത്തിന് ഏറ്റവും ഗുണകരമായി ഇതിനകത്തൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടത് ഹൈലൈറ്റ് ചെയ്തില്ല? എന്തുകൊണ്ട് പ്രേമേന്ദ്രൻ അത് പറഞ്ഞില്ല? വളരെ ബോധപൂർവമായിട്ട് പ്രേമേന്ദ്രനെ പോലുള്ള ആളുകൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം നമ്മളൊക്കെ കാണുന്ന ഒരു MP എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ ഒരു UPയുടെ MP ആയിട്ടല്ല, കേരളത്തിൻ്റെ MP ആയിട്ടാണ് കാണുന്നത്. വളരെ നല്ല രീതിയിൽ പഠിച്ചു പറയുന്ന ആളല്ലേ. സമുദ്ര കയറ്റുമതിയിൽ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ടിന് പ്രാധാന്യം വരാൻ പോകുന്ന നികുതി ഇളവ് പ്രഖ്യാപിച്ച ലോകോത്തര സ്റ്റാൻഡേർഡിലേക്ക് സമുദ്ര കയറ്റുമതി, പ്രത്യേകിച്ച് ചെമ്മീൻ കയറ്റുമതി, ആ ചെമ്മീൻ കയറ്റുമതി സമുദ്ര ഉൽപ്പന്നത്തിൻ്റെ കയറ്റുമതിക്ക് ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള, ഹൈലി സ്റ്റാൻഡേർഡായിട്ടുള്ള ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് കൊണ്ടുവരാൻ, പ്രത്യേകിച്ച് ജപ്പാനും അമേരിക്കയിലൊക്കെ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ചെമ്മീൻ ഇന്ത്യയിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ ചെമ്മീൻ എക്സ്പോർട്ട് ചെയ്തിരുന്നത് കേരളമായിരുന്നു. അത് പിന്നീട് കുറഞ്ഞു. ആ സമുദ്ര കയറ്റുമതി ഇന്ത്യയിൽ നഷ്ടപ്പെട്ടു, വളരെ കുറഞ്ഞു. പക്ഷേ ഇപ്പോൾ വി ആർ ഗിവിങ് ത്രസ്റ്റ്, ഈ യൂണിയൻ മിനിസ്ട്രി അല്ലെങ്കിൽ ഈ യൂണിയൻ ബജറ്റ് ഗിവിങ് ത്രസ്റ്റ് ടു ദി സീ ഫുഡ്. അപ്പോൾ ഈ സീ ഫുഡിൽ വളരെ പ്രധാനപ്പെട്ട അതിൻ്റെ തീരുവ കുറച്ചുകൊണ്ട് അതിന്റെ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ മറൈൻ പ്രോഡക്ട്സിന്റെ കയറ്റുമതി എക്സ്പോർട്ട് ഇപ്പോൾ ഓൾ ടൈം ഹൈ ആണെന്നാണ് നിർമ്മല സീതാരാമൻ ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞത്. ഷ്രിമ്പിന്റെ കയറ്റുമതി സവിശേഷമായി പറയുകയും ചെയ്തു. ആയിക്കോട്ടെ, തീരുവ കുറച്ചു. ഞാൻ ചോദിക്കുന്നത് കേരള സ്പെസിഫിക് ആയിട്ടുള്ള ഒറ്റ പദ്ധതി, കേരള സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വാചകം ഗോപാലകൃഷ്ണൻ, കേരള മൊത്തത്തിലുള്ള മൊത്തം അനൗൺസ്മെന്റിൽ കേരളീയരായ ജനങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല, കേരള സ്പെസിഫിക് ആയ ഒരു വാചകം നിർമ്മല സീതാരാമന്റെ ബജറ്റിൽ ഉണ്ടെങ്കിൽ അങ്ങ് പറയൂ, ഞാൻ സമ്മതിക്കാം. നിങ്ങൾ ഈ പറയുന്നതിലുള്ള ഒരു വളരെ ബാലിശമായിട്ടുള്ള നിങ്ങളുടെ ഈ വാദം, ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളുടെ എത്ര സംസ്ഥാനങ്ങളെക്കുറിച്ച് അതിനകത്ത് ചർച്ച ചെയ്തു? കേരള സെൻട്രിക്കായിട്ട് കേരളത്തെക്കുറിച്ച് പറഞ്ഞില്ല, കർണാടകയെക്കുറിച്ച് പറഞ്ഞോ? അല്ലെങ്കിൽ മഹാരാഷ്ട്രയെക്കുറിച്ച്, തമിഴ്നാടൊന്നും ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെക്കുറിച്ച് പറഞ്ഞോ? ബീഹാറും ആന്ധ്രയും മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ. ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ പൊന്നു ഏങ്ങാതി, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. BJP ഭരിക്കുന്ന എത്രയോ സംസ്ഥാനങ്ങളുണ്ട്, ആ സംസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞില്ലല്ലോ.
നിങ്ങളെന്തിനാ ആ ഒരു വശത്തേക്ക് പറയുന്നത്? ഇവിടെ കേരളത്തിന് വേണ്ടിയിട്ട് യുവാക്കൾക്ക് യുവാക്കളുടെ നൈപുണ്യവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പരമമായ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന അൺഎംപ്ലോയ്മെൻറ്റ് ഏറ്റവും കൂടുതലുള്ള കേരളത്തിൽ 500 മൾട്ടിനാഷണൽ കമ്പനിയിൽ ഏതാണ്ട് പ്രതിമാസം 8,000 രൂപ, 5,000 പ്ലസ് 3,000, അങ്ങനെ 8,000 രൂപ അല്ലെങ്കിൽ 5,000 രൂപ കൃത്യമായിട്ട് സ്റ്റൈഫൻഡ് കിട്ടിക്കൊണ്ട് 1 കോടി യുവാക്കളെയാണ് റിക്രൂട്ട് ചെയ്യാൻ പോകുന്നത്. അത് കേരളമില്ലേ? അതിൽ കേരളമില്ല എന്നാണോ? വനിതാ ശാക്തീകരണത്തിന് 3 കോടി രൂപ മുന്നിൽ വെച്ചിട്ടുണ്ട്. അതിൽ കേരളമില്ലേ? ഇനി ഈ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിന് ഏറ്റവും ഗുണകരമായ ഹാൻഡിക്രാഫ്റ്റ്, ആ ഹാൻഡിക്രാഫ്റ്റുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് ആ കയറ്റുമതിക്ക് കൊടുക്കുന്ന പ്രാധാന്യം അതിൽ കേരളമില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഓരോന്നായിട്ട് എടുത്തു വെക്കാം. ഇപ്പം കാർഷിക മേഖല 1,52,1.52 ലാക്ക് ക്രോർ പദ്ധതികളാണ് കൊണ്ടുവരുന്നത് ഈ കാർഷിക മേഖലയിൽ. ആ കാർഷിക മേഖലയിലെ പദ്ധതിയിൽ കേരളമില്ലേ? മാനുഫാക്ചറിങ് മേഖല, നിങ്ങളങ്ങനെ ഓക്കെ പറഞ്ഞു പോകണ്ട. മാനുഫാക്ചറിങ് മേഖല, വ്യാവസായിക മേഖലയിൽ ഏറ്റവും പരമപ്രധാനം MSME ആണ്. ആ MSMEക്ക് എത്ര കോടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്? നിങ്ങളെന്താ അത് കാണാത്തത്? 4 കോടി യുവാക്കൾക്ക് നൈപുണ്യത്തിനു വേണ്ടി 2 ലക്ഷം കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു. ചെറുകിട ഇടത്തര കമ്പനികൾക്ക് വേണ്ടി 2 ലക്ഷം കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ വായ്പയ്ക്ക് വേണ്ടി 10 ലക്ഷം കോടി മാറ്റിവെച്ചിരിക്കുന്നു. ഇതിനൊന്നും കേരളമില്ലേ? നിങ്ങൾ കേരളത്തിന് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ സാമാന്യവൽക്കരിച്ച് എതിർക്കാൻ വേണ്ടി എതിർക്കുന്ന വളരെ കൃത്യമാണ് കേരള, ബീഹാർ സ്പെസിഫിക് ആയ, ആന്ധ്ര സ്പെസിഫിക് ആയ, ഉത്തരാഖണ്ഡ് സ്പെസിഫിക് ആയ പ്രളയത്തിന്റെ കാര്യം എടുക്കും. പ്രളയം നമ്മൾ അനുഭവിച്ചതാണല്ലോ. പ്രളയത്തിന്റെ പേരിൽ ഏതൊക്കെ സംസ്ഥാനങ്ങൾക്ക് അസിസ്റ്റൻസ് കൊടുക്കുന്നു? ഹിമാചൽ പ്രദേശ്, നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനം പോലെയല്ല, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, സകല സംസ്ഥാനത്തിനും കൊടുത്തു. കേരളത്തിന് കൊടുത്തോ? കേരളത്തിന് കൊടുക്കാത്തതുകൊണ്ട് കേരളത്തിന് കൊടുത്തില്ല എന്ന് പറയും, അല്ലാതെ പിന്നെ വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ നമുക്ക്? അല്ല, ഒരു മിനിറ്റ്. നിങ്ങൾ കേരളത്തിൻ്റെ പ്രളയവും ആസാമിലെ പ്രളയവും താരതമ്യം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നുകിൽ ആസാമിനെ കുറിച്ച്, പ്രളയത്തെക്കുറിച്ച് അറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം ആകെ കണ്ടത് കേരളത്തിൻ്റെ പ്രളയമാണ്. കേരളത്തിൽ പ്രളയമൊന്നുമില്ല, ആകെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്, അത് ശരിയാ. പക്ഷെ ആസാമിൽ എല്ലാ 6 മാസം കൂടുമ്പോഴും പ്രളയമാണ്. ആസാമിൽ പ്രളയമുണ്ട്, കേരളത്തിലും മിക്കവാറും മൺസൂണുകളൊക്കെ കഴിഞ്ഞ എത്രയോ തവണയായി കേരളത്തിൽ വലിയ ഡിസാസ്റ്റർ ഉണ്ടായിട്ടുണ്ട്. 2018 വലിയ പ്രളയം ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ നമ്മള് ഈ പ്രളയത്തിന്റെ പേരിലുള്ള അസിസ്റ്റൻസ് ആവട്ടെ, ടൂറിസം കൊറിഡോറിന്റെ കാര്യമാവട്ടെ, മറ്റേതെങ്കിലും തരത്തിലുള്ള സ്പെഷ്യൽ അസിസ്റ്റൻസ് ആവട്ടെ, പ്രോജക്റ്റുകളാവട്ടെ, പദ്ധതികളാവട്ടെ, ഇതൊന്നും കേരളമില്ല. പിന്നെ മുദ്രാ ലോൺ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ കേരളത്തിലുള്ള ആളുകൾ ഉണ്ടാവില്ലേ? ഇന്റേൺഷിപ്പിന് പോകാൻ പറ്റുന്നവരുടെ കൂട്ടത്തിൽ മലയാളികൾ ഉണ്ടാവില്ലേ എന്ന് ജനറലൈസ് ചെയ്യല്ലേ? കേരള സ്പെസിഫിക് ആയിട്ട് ഒന്നുമില്ല ശ്രീ ഗോപാലകൃഷ്ണൻ ബജറ്റിൽ. അതുകൊണ്ടാണ് ഇന്ന് ഒരു MP പറഞ്ഞല്ലോ, മറ്റു സംസ്ഥാനങ്ങൾക്കൊക്കെ വകയിരുത്തലും കേരളത്തിൽ വകവരുത്തലുമാണെന്ന്. അല്ല, നിങ്ങൾ കേരളത്തിന് വേണ്ടി ചോദിച്ചല്ലോ 24,000 കോടി. അതെന്താ ചോദിച്ചത്? കേരളം ചോദിച്ചല്ലോ ഞങ്ങൾക്കൊരു ടൂറിസത്തിൻ്റെ, ഒരു പിലിഗ്രിം ടൂറിസത്തിന്. ഒരു മിനിറ്റ് എന്ന് നിങ്ങൾ കേരളത്തിലെ ഇവിടുത്തെ മുഖ്യമന്ത്രിയും ഫിനാൻസ് മിനിസ്റ്ററും കൂടെ പോയി ചോദിച്ചില്ലേ? ആ ചോദിച്ചതിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? 24,000 കോടി ചോദിച്ചത് എന്താ? ഞങ്ങൾ കടം മേടിച്ചത് ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ 25,000 കോടി അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത്. നിങ്ങൾ പിലിഗ്രിം ചോദിച്ചോ? ഇല്ലല്ലോ. പിലിഗ്രിമിന്റെ കാര്യം നിങ്ങൾ അന്വേഷിച്ചോ? അതൊന്നും നിങ്ങൾ ചോദിച്ചില്ലല്ലോ. ഇനി തൃശ്ശൂരിന്റെ MP അല്ലേ സുരേഷ് ഗോപി? കേന്ദ്ര ടൂറിസം മന്ത്രിയല്ലേ? ഇത്രയും പിൽഗ്രിം ടൂറിസം പ്രോജക്റ്റുകൾ പ്രഖ്യാപിച്ചല്ലോ. കാശി വിശ്വനാഥ ടെമ്പിൾ കോറിഡോർ, നളന്ദയെ ടൂറിസം സെന്റർ ആക്കുന്നു, ബുദ്ധ് ഗയ കോറിഡോർ. അതുപോലെ എന്താണ് ഒരു തൃപ്രയാർ ഗുരുവായൂർ അല്ലെങ്കിൽ തൃശ്ശൂർ ഗുരുവായൂർ കോറിഡോർ ഉണ്ടാവാത്തത്? പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളില്ലേ തൃശ്ശൂരിൽ? സുരേഷ് ഗോപി MP ആയിട്ടുള്ള സ്ഥലത്ത് അവിടെ എന്താ പിൽഗ്രിമേജ് ഇല്ലേ? അല്ല, ഈ സുരേഷ് ഗോപി MP ആയത് 1.5 മാസമായിട്ടുള്ളൂ. അങ്ങേര് ഈ ഒരു ബജറ്റിന് വേണ്ടിയല്ല ടൂറിസം മന്ത്രിയാണല്ലോ. അങ്ങേര് MP ആവുന്നത് അടുത്ത 5 വർഷം ആയിട്ടില്ലെന്ന്. അതെ, അങ്ങേര് വന്നല്ലേ ഉള്ളൂ. നിങ്ങൾ വന്ന ഉടനെ തന്നെ ഈ ടൂറിസം മന്ത്രിയായ സർക്കാരിന്റെ ആദ്യത്തെ ബജറ്റാണ് ശ്രീ ഗോപാലകൃഷ്ണൻ. മന്ത്രിയായ സർക്കാരിന്റെ ആദ്യത്തെ ബജറ്റാണ്. അല്ല, ആ ബജറ്റ് ഞാൻ ഒരു ചെറിയൊരു കാര്യം നിങ്ങളോട് പറയാം. എന്താ അറിയോ? അദ്ദേഹം വന്നു, അദ്ദേഹം മന്ത്രിയായ ഉടനെ തന്നെ ഇതെല്ലാം കൊണ്ടുവരണം എന്ന് പറയുന്നതൊക്കെ ഒരു സാമാന്യ മര്യാദയാണോ? അദ്ദേഹം 5 വർഷത്തേക്കല്ലേ? നമുക്ക് നോക്കാന്ന്.
ശരി, നമുക്ക് ആ പോയിന്റിൽ നമുക്ക് നിർത്താം. നമുക്ക് നോക്കാം എന്നുള്ള പോയിന്റിൽ നിർത്താം. ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ, നമുക്ക് നോക്കാം. സുരേഷ് ഗോപി വന്നിട്ട് ഇത്രയും കാലമല്ലേ ആയുള്ളൂ. പിന്നെ ബാക്കി മുദ്രാ ലോൺ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ പുതിയ തൊഴിൽ പദ്ധതിയുടെ ഭാഗമായിട്ട് എൻറോൾ ചെയ്യാൻ പറ്റുന്നവരുടെ കൂട്ടത്തിലൊക്കെ കേരളീയരും ഉണ്ടാവുമല്ലോ. അപ്പോൾ കേരളത്തിലുള്ള ആളുകൾക്ക് ഇതിന് പ്രയോജനം കിട്ടുമല്ലോ എന്നുള്ള വാദത്തെ എങ്ങനെ കാണുന്നു? ഒന്നുകൂടെ ശ്രീ ഗോപാലകൃഷ്ണൻ പറയുന്നത് ഈ ബജറ്റിന്റെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട വിവിധ പ്രഖ്യാപനങ്ങളുണ്ടല്ലോ. അതായത് മുദ്രാ ലോണിന്റെ പരിധി ഇരട്ടിയാക്കുന്നു, അതുപോലെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ 1 കോടി വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ, അതും പ്രതിമാസം 5000 രൂപ സ്റ്റൈപ്പൻഡോടുകൂടി വലിയ കമ്പനികളിൽ ഇന്റേൺഷിപ്പ് ചെയ്യാൻ അവസരം കിട്ടുന്നു. അതുപോലെ ഈ ജോലി കിട്ടുന്ന ആളുകളുടെ ആദ്യത്തെ 1 മാസത്തെ സാലറിയിൽ 15000 രൂപ സർക്കാർ കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള പുതിയ പദ്ധതികൾ വരുമ്പോൾ അതിന്റെ ആനുകൂല്യം കേരളീയർക്കും മറ്റുള്ളവരെ പോലെ തന്നെ കിട്ടില്ലേ എന്നുള്ളതാണ് ചോദ്യം. അതല്ലല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, അതല്ലല്ലോ. ചില സംസ്ഥാനങ്ങളുടെ പേര് പരാമർശിക്കുകയും ചില സംസ്ഥാനങ്ങളിൽ ആ പദ്ധതികൾ ഉൾപ്പെടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും കേരളം പോലൊരു സംസ്ഥാനം നല്ലതുപോലെ ഫ്ലഡ് പ്രോൺ ഏരിയ ഉള്ള, ഇപ്പോൾ തുടർച്ചയായി വെള്ളപ്പൊക്കവും മലയിടിച്ചിലും മണ്ണിടിച്ചിലും തുടർച്ചയായി ദുരന്തങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. സമാന സ്വഭാവത്തിലുള്ള മറ്റ് സംസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞ് അസിസ്റ്റൻസ് കൊടുക്കുമെന്ന് പറയുമ്പോൾ കേരളവും ആ കാര്യത്തെ സംബന്ധിച്ച് അസിസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകമായിട്ടുള്ളൊരു സാമ്പത്തിക സഹായം നൽകണമെന്ന് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കൊടുക്കണമെന്ന് പറയുമ്പോൾ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന പൊതുവായ നല്ല കാര്യങ്ങൾ എല്ലാ സംസ്ഥാനത്തെയും ജനങ്ങൾക്ക് ബാധകമാകും. അതുകൊണ്ട് മറ്റു അങ്ങനെയാണെങ്കിൽ പിന്നെ ആന്ധ്രയുടെയും ഇതുപോലെ തന്നെ ബീഹാറിൻ്റെയും മറ്റു ചില സംസ്ഥാനങ്ങളുടെ പേരെടുത്ത് പ്രത്യേകമായി പരാമർശിച്ച് അവർക്ക് പ്രത്യേകമായ പാക്കേജോ അല്ലെങ്കിൽ പ്രത്യേകമായ പദ്ധതിയോ റോഡോ അനുവദിക്കേണ്ട കാര്യമില്ലല്ലോ. അവിടെയാണ് ഈ സൂചിപ്പിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പൊതുവൽക്കരിച്ച് പറയുക, പൊതുവൽക്കരിച്ചുള്ള നിലപാട് സ്വീകരിക്കുക. ഇവിടെ അതല്ല സ്വീകരിച്ചത്. മാത്രവുമല്ല കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആക്ഷേപം, ഇപ്പോൾ 24,000 കോടി രൂപയുടെ പ്രോജക്റ്റിൻ്റെ കാര്യം പറഞ്ഞു. നമ്മൾ സംസ്ഥാനങ്ങൾ പ്രോജക്റ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഗവൺമെൻറ് പറയട്ടെ. ഇപ്പോൾ ശ്രീ സുരേഷ് ഗോപി ടൂറിസം വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിൽ നിന്നുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ സ്വാഭാവികമായിട്ടുണ്ടാകും. എയിംസ് അദ്ദേഹം തന്നെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പരസ്യമായി പ്രഖ്യാപിച്ചതാണ്. എയിംസിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ നാളെ കിട്ടുമായിരിക്കാം, പക്ഷേ ഈ പ്രാവശ്യത്തെ അനൗൺസ്മെൻറ്റിൽ ഉണ്ടായില്ല. ഇത് സ്വാഭാവികമായും ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനകത്ത് യുക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രം പരിശോധിച്ചാൽ മതി. വരുന്ന ബഡ്ജറ്റുകളിലായാലും ശരി, എയിംസ് എന്ന് പറയുന്നത് കേരളം എത്രയോ കാലമായി നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഇത് ഞങ്ങളാരും പറഞ്ഞല്ല, ശ്രീ സുരേഷ് ഗോപി തന്നെ തൻ്റെ ഇലക്ഷൻ ക്യാമ്പയിനിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെയാണ് നേരത്തെ ഇത് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ച ടൂറിസം വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന ശ്രീ സുരേഷ് ഗോപിയുടെ വകുപ്പിന് കീഴിൽ ഈ നളന്തയും ഗയയും അതുപോലെ കാശിയും ഉൾപ്പെടെയുള്ള നിരവധി പ്രസാദ ടൂറിസം സ്കീമുകളെക്കുറിച്ചൊക്കെ പരാമർശിക്കുമ്പോൾ ടൂറിസം മന്ത്രി പ്രതിനിധീകരിക്കുന്ന കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഒരു പ്രോജക്റ്റ് അതിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്താൻ ഈ ചുരുങ്ങിയ 1 മാസക്കാലമൊന്നും അത് വേണ്ട. ടൂറിസം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് പ്രോജക്റ്റ് ഇല്ലാഞ്ഞിട്ടല്ല, പ്രോജക്റ്റുകൾ പെൻഡിംഗ് ഉണ്ട്. എനിക്കറിയാം നിരവധി പ്രോജക്റ്റുകൾ കേരളത്തിൽ നിന്ന് സബ്മിറ്റ് ചെയ്തിട്ടുള്ള പ്രോജക്ട്സ് ഉണ്ട്. അപ്പോൾ ആ പ്രോജക്ട്സ് ഏതെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യാനോ അല്ലെങ്കിൽ ആ പ്രോജക്റ്റ് നടപ്പാക്കാൻ അത് സ്വാഭാവികമായും പ്രതീക്ഷിക്കും. നേരത്തെ ശ്രീ ഗോപാലകൃഷ്ണൻ തന്നെ സൂചിപ്പിച്ചതുപോലെ ആന്ധ്രയും ബീഹാറും ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെൻറ് ആയതുകൊണ്ട് ഞങ്ങളൊരു ഫേവറിറ്റിസം കാണിച്ചു എന്നുണ്ടെങ്കിൽ ശ്രീ സുരേഷ് ഗോപി നിങ്ങൾ ഈ പറയുന്ന ആ നയത്തോടും നിലപാടിനോടും യോജിപ്പില്ലെങ്കിൽ പോലും ശ്രീ സുരേഷ് ഗോപി കേരളത്തെ പ്രതിനിധീകരിച്ച് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയായി കേന്ദ്രത്തിൽ മന്ത്രിയായ ഒരാളാണ്. സ്വാഭാവികമായും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ എന്താ തെറ്റ്? പ്രതീക്ഷ നടക്കാതെ വരുമ്പോൾ സ്വാഭാവികമായും വിമർശിക്കും. ആ വിമർശിക്കുന്നതിൽ എന്താ തെറ്റ്? അത് രാഷ്ട്രീയമാണ്, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. കാരണം നിങ്ങളത് പറഞ്ഞാണ് വോട്ട് വാങ്ങിയത്. നിങ്ങൾ പറഞ്ഞത് BJPയുടെ ഒരു ജനപ്രതിനിധിയെ കേന്ദ്രത്തിലേക്ക് അയച്ചാൽ വിസ്മയകരമായ വികസന പ്രവർത്തനം നമ്മുടെ സംസ്ഥാനത്തിന് ലഭ്യമാകും, ആ നിയോജക മണ്ഡലത്തിന് ലഭ്യമാകുമെന്ന് പറഞ്ഞ സ്ഥലത്ത് ഗുരുവായൂർ പോലെയുള്ള ഏറ്റവും വലിയൊരു പിലിഗ്രീം സെൻ്റർ ആയിട്ടുള്ള തൃപ്രയാറും ഗുരുവായൂരും ഉൾപ്പെടെയുള്ള ഒരുപാട് ടൂറിസം പ്രാധാന്യമുള്ള കേന്ദ്രങ്ങളുള്ള സ്ഥലത്ത് ഒരു പ്രസാദ ടൂറിസം സ്കീമിൽ ഉൾപ്പെടുത്തി ഒരു മെഗാ പ്രോജക്റ്റെങ്കിലും പ്രഥമ ബഡ്ജറ്റിൽ തന്നെ ഉണ്ടാകുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ചു. അതുണ്ടായില്ല എന്നുള്ളത് സത്യത്തിലൊരു പോരായ്മയല്ലേ? നിങ്ങൾ ശ്രീ ഗോപാലകൃഷ്ണൻ തന്നെ അഡ്മിറ്റ് ചെയ്തു ഞങ്ങൾക്ക് താല്പര്യമുള്ളതാണ്. അപ്പോൾ ആ താല്പര്യം എന്തുകൊണ്ട് കേരളത്തിൽ കേരളത്തോട് കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലെ മൗലികമായ ചോദ്യം. ഒരു ഇടവേള അത്യാവശ്യമായിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇടുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത്. ബജറ്റ് അവലോകനത്തിലേക്കാണ് വീണ്ടും. റഹീം MP കൂടി. റഹീം, കേരളത്തോട് അനീതി കാണിച്ചു, കേരളത്തോട് നീതി കാട്ടിയില്ല തുടങ്ങിയ പരാതികളും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ആന്ധ്രാപ്രദേശിന് അല്ലെങ്കിൽ ബീഹാറിന് കിട്ടുന്ന പരിഗണന സ്വാഭാവികമായിട്ട് കേരളത്തിന് കിട്ടില്ലല്ലോ. ഈ സർക്കാരിനെ നിലനിർത്തുന്നത് ആന്ധ്രാപ്രദേശും ബീഹാറുമാണ്.
BJPയുടെ ഒരു പ്രചരണം കൂടി ഇന്ന് തകരുകയാണ്. കേരളത്തോടുള്ള BJPയുടെ ഏറ്റവും വലിയ വെറുപ്പ്, അത് മലയാളികളോടും കേരളത്തോടുമുള്ള വെറുപ്പാണ്. ഒരു രണ്ടാംകിട പൗരന്മാരായിട്ടാണ് കേരളത്തെയും കേരളീയരെയും BJP കാണുന്നതെന്ന് ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നതാണ് ഈ ബഡ്ജറ്റ്. അതെന്തെന്നാൽ ഇത്രയും കാലം ഇവർ നടത്തിയിരുന്നൊരു പ്രൊപ്പഗാൻഡ, കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിൽ മന്ത്രിമാരില്ലാത്തത് കൊണ്ട്, കേരളത്തിൽ നിന്നുള്ള ഇലക്റ്റഡ് പേഴ്സൺസ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇല്ലാത്തത് കൊണ്ട്, BJPയുടെ പ്രതിനിധികളായി ഇല്ലാത്തത് കൊണ്ടാണ് എന്നാണല്ലോ പറഞ്ഞിരുന്നത്. പക്ഷേ എന്താ ഇപ്പോഴത്തെ അവസ്ഥ? അപ്പോൾ എന്തു കൊടുത്തിട്ടും കാര്യമില്ല, മലയാളികളെ അവർ കേരളത്തെയും ഒരു രണ്ടാം നിരക്കാരായി കാണുന്നു എന്ന വളരെ ദുസ്സൂചനയുള്ളൊരു ബഡ്ജറ്റാണിത്. അത് കേരളത്തോട് മാത്രമല്ല, ഈ വളരെ വ്യക്തമായി നമ്മളിന്ന് ബഡ്ജറ്റ് നോക്കിയാൽ മനസ്സിലാകും, ഇത് ബീഹാർ ആന്ധ്ര ബഡ്ജറ്റായി ഇത് മാറിയിരിക്കുകയാണ്. തൻ്റെ രാഷ്ട്രീയ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി വളരെ സങ്കുചിത മനോഭാവത്തോടു കൂടി ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു. അത് ഇന്ത്യയുടെ ഫെഡറൽ പ്രിൻസിപ്പിളിനെതിരാണ്, ഇന്ത്യൻ ഭരണഘടനാ തത്വങ്ങൾക്കെതിരാണ്. ഇങ്ങനെയൊരു ബഡ്ജറ്റും ഇത്തരമൊരു സമീപനവും ഇന്ത്യയുടെ ചരിത്രത്തിൽ അത്യപൂർവങ്ങളിൽ അപൂർവമാണ്. മറ്റൊന്ന്, കേരളത്തോടുള്ള അവഗണനയെക്കുറിച്ച് ഇവിടെ സജീവമായി ചർച്ച ചെയ്യേണ്ടത് ഞാൻ എന്താണ് യുവജനങ്ങളോടുള്ളവരുടെ സമീപനം. രാജ്യത്താകെ തൊഴിലില്ലായ്മ അത് രൂക്ഷമാണ്. 78.5 ലക്ഷം തൊഴിലുകൾ പ്രതിവർഷം സൃഷ്ടിക്കേണ്ടതുണ്ട് എന്ന് ധനകാര്യ ഇവിടെ ഇന്നലെ വളരെ കൃത്യമായി തന്നെ നമ്മുടെ റിപ്പോർട്ട് വരുന്നു. അങ്ങനെ ഫിനാൻസ് റിപ്പോർട്ട് വന്നതിന് ശേഷവും എങ്ങനെയാണ് അതിനെ അവർ അഡ്രസ്സ് ചെയ്യാതിരിക്കുന്നത്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൃഷ്ടിച്ചേക്കാവുന്ന തൊഴിൽ രംഗത്തെ പ്രതിസന്ധികളെക്കുറിച്ച് റിപ്പോർട്ട് കൃത്യമായി വാചാലമാകുന്നു. പക്ഷേ അതിനെക്കുറിച്ചും ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നില്ല. എന്ത് തൊഴിലവസരമാണ്? തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണമെന്ന് പറയുന്നിടത്ത് ഗവൺമെൻറ് സൃഷ്ടിച്ചിരിക്കുന്നത്, പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്താണ്? ഇൻറ്റേൺഷിപ്പാണ്. ഇൻറ്റേൺഷിപ്പും ഇൻസെൻറ്റീവുമാണ് ഇന്ത്യയിലെ യുവതി യുവാക്കൾ കൊടുക്കുന്നത്. ഞങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് അല്ലല്ലോ വേണ്ടത്, ഇൻസെൻറ്റീവ് അല്ലല്ലോ വേണ്ടത്, മാന്യമായി ജീവിക്കാനുള്ള തൊഴിലവസരങ്ങളാണല്ലോ സൃഷ്ടിക്കേണ്ടത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? മുദ്രാ വായ്പയെക്കുറിച്ച് ഇവിടെ ശ്രീ ഗോപാലകൃഷ്ണൻ വാചാലമാകുന്നത് കേട്ടു ഞാൻ വരുമ്പോൾ. മുദ്രാ വായ്പയെക്കുറിച്ച് പറയുന്നത് 10 നിന്ന് 20 ആക്കിയെന്ന് പറയുന്നത് ആർക്കാണ്? ഏറ്റവും മികച്ച നിലയിൽ അത് അടച്ചു തീർക്കുന്നവർക്ക് എന്നാണ്. അത് അടച്ചു തീർത്ത് ബാക്ക് ഹിസ്റ്ററി ഉള്ളവർക്കാണ്. അങ്ങനെയാണ്, അല്ല ഫ്രഷേഴ്സിനല്ല അത് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. രാജ്യത്ത് ഏതെങ്കിലും തരത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന രാജ്യത്ത് ലക്ഷക്കണക്കിന് ഒഴിവുകൾ ഒഴിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അത്തരം സ്ഥാപനങ്ങളിലെ ഒഴിവുകൾ നികത്തുമോ? പുതിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏതെങ്കിലും മേഖലയിൽ പുതുതായിട്ട് ആരംഭിക്കുന്നത് പോകട്ടെ, നിലവിലുള്ളത് വിൽക്കാതിരിക്കുമോ? എന്താണ് നിങ്ങളുടെ പോളിസി? ഒന്നും പറയുന്നില്ല. ഇപ്പം രാജ്യത്തെ രൂക്ഷമായ തൊഴിലില്ലായ്മയെക്കുറിച്ച്, കർഷകർ നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങളെക്കുറിച്ച് ഒന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല. തൊഴിലാളികളുടെ ആശങ്ക ഒന്നും പറയുന്നില്ല. ഇനി കേരളത്തിലേക്ക് വന്നാൽ, കേരളത്തോട് അങ്ങേയറ്റത്തെ ശത്രുതാപരമായ സമീപനം ഈ ബഡ്ജറ്റിലും തുടരുകയാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ NK പ്രേമചന്ദ്രൻ എം പി ഇവിടെ സൂചിപ്പിച്ചു, ഞാൻ അത് ആവർത്തിക്കുന്നില്ല. ഈ ഫ്ലഡ്, അതോടൊപ്പം തന്നെ വരൾച്ച നമുക്ക് അവകാശപ്പെട്ട കാര്യങ്ങളല്ലേ? എന്തിനാണ് കേരളത്തെ ഇങ്ങനെ നിങ്ങൾ പടിക്ക് പുറത്തിടുന്നത്? ഇത് വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്ന് അതിരൂക്ഷമായ പ്രതികരണങ്ങൾ ഉയർന്നു വരികയാണ്. ഇന്ന് രാജ്യസഭയിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ബഡ്ജറ്റ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ തൃണമൂൽ കോൺഗ്രസ് ശക്തമായി പ്രതിഷേധിക്കുകയും വാക്കൗട്ട് എടുക്കുകയും ചെയ്തു. കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MPമാർ കേരളത്തോടുള്ള തികഞ്ഞ അവഗണനയിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ വാക്കൗട്ട് നടത്തി. ഒഡീഷയിൽ നിന്ന് BJD ഇതിനെതിരെ ശക്തമായി, അവർ വാക്കൗട്ട് നടത്തിയില്ല, ശക്തമായ പ്രതിഷേധം രാജ്യസഭയിൽ ഉയർത്തുന്നുണ്ടായിരുന്നു. വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങൾ ഇന്ന് ലോക്സഭയ്ക്കകത്ത് ശക്തമായ പ്രതിഷേധം ഉയർത്തി. ഇങ്ങനെ ഒരു സമീപനം പാടുണ്ടോ? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതാണ് CPM ചോദിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളെ അവഗണിച്ചു, അതുപോലെ തന്നെ തൊഴിലില്ലായ്മയുള്ള പ്രശ്നങ്ങൾ പറയുന്നു. ഓക്കെ, ഞാൻ അതിന്റെ വിശദാംശങ്ങൾ ശ്രീ G. സോമശേഖരൻ നായർ കൂടി നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹം ബാങ്കിംഗ് രംഗത്തെ വിദഗ്ധനാണ്. ശ്രീ സോമശേഖരൻ നായർ, ഫിസ്ക്കൽ കൺസോളിഡേഷന്റെ പാതയിലാണ് ഞാൻ എന്ന് ധനമന്ത്രി ആവർത്തിച്ച് പറയുന്നുണ്ട്. അതേസമയം തന്നെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ എന്ന് പറയുന്നത് സർക്കാരിന് മുമ്പിലുള്ള വെല്ലുവിളിയാണ്. അതിന് പുതിയൊരു സ്കീം അവർ അനൗൺസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റേൺഷിപ്പ് സാധ്യതകൾ, സ്കിൽ ഡെവലപ്മെന്റ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നുണ്ട്. എങ്ങനെയാണ് ഓവറോൾ ഈ ബഡ്ജറ്റിനെ വിലയിരുത്തേണ്ടത്? ഓവറോൾ വിലയിരുത്തൽ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഒരു പ്രധാന ഘടകമായിട്ടായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പിന്നെ റൂറൽ ഡെവലപ്മെൻറ്റ്, റൂറൽ ഡിസ്ട്രസ്, ഫാമിംഗ് കമ്മ്യൂണിറ്റിയുടെ ഡിസ്ട്രസ്, പിന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ്, ഇങ്ങനെയുള്ള മേഖലയിലേക്ക് കാര്യമായ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ
ഇതിന് എല്ലാത്തിനും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കാര്യമായിട്ട് നടക്കുമ്പോൾ തന്നെയും SMEക്ക് ഉള്ള MSME സെക്ടറിലുള്ള ആനുകൂല്യങ്ങളും പദ്ധതികളും പ്രഖ്യാപിക്കുമ്പോഴും മറൈൻ എക്സ്പോർട്സ് ആയാലും ശരി, ന്യൂക്ലിയർ എനർജി, പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് ആയാലും, സ്പേസ് എക്കണോമി ആയാലും എല്ലാം അവസാനം വന്നു നിൽക്കുന്നതിനെല്ലാം ഫണ്ടിങ് ആവശ്യമാണ്. ആ ഫണ്ടിങ് ആവശ്യമായി എന്ന് നോക്കുമ്പോൾ പ്രധാനമായിട്ടും ഇന്ത്യൻ വ്യവസ്ഥിതി അനുസരിച്ചാണെങ്കിൽ ബാങ്കിങ് മേഖലയാണ് ഇതിനെയൊക്കെ കൂടുതലായിട്ട് ഫണ്ടിങ് നടത്തേണ്ടത്. ബാങ്കിങ് മേഖലയിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഡെപ്പോസിറ്റ് ഗ്രോത്ത് ഏറ്റവും കുറഞ്ഞ ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ 15% ക്രെഡിറ്റ് ഗ്രോത്ത് നടക്കുമ്പോൾ അതിൻ്റെ ഡെപ്പോസിറ്റ് ഗ്രോത്ത് ഏറ്റവും കുറഞ്ഞു നിൽക്കുകയാണ്. അതിന് കാരണമായി വരുന്നത് ഇന്നലത്തെ എക്കണോമിക് സർവേ റിപ്പോർട്ടിൽ തന്നെ പരാമർശിക്കുകയുണ്ടായി. 20% ഹൗസ് ഹോൾഡ്സ് സേവിങ്സ് ഷിഫ്റ്റ് ചെയ്തു, അതായത് ഫൈനാൻഷ്യൽ പ്രൊഡക്ട്സിലേക്ക് പോയി, അതായത് ക്യാപിറ്റൽ മാർക്കറ്റിലേക്കും ഡെറ്റ് മാർക്കറ്റിലേക്കും മ്യൂച്വൽ ഫണ്ടിലേക്കും പോയി കഴിഞ്ഞു. അപ്പോൾ ഈ സ്മോൾ സേവിങ്സ് മേഖലയിലുള്ള അത് ഇൻസെൻറ്റീവ് എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഈ ബഡ്ജറ്റിൽ സ്മോൾ സേവിങ്സിന് വേണ്ടിയുള്ള ഇൻസെൻറ്റീവ് ഇപ്പോൾ പുതിയ IT റെജിമിൽ ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷന് 50,000 75,000 കൂട്ടി എന്ന് ഒഴിഞ്ഞാൽ ബാക്കി സ്മോൾ സേവിങ്സിനെ സംബന്ധിച്ചോളം കാര്യമായിട്ട് ഇൻസെൻറ്റീവ് കാണുന്നില്ല. അങ്ങനെ വരുമ്പോഴേക്കും ഈ പ്രഖ്യാപിക്കുന്ന റൂറൽ ഡെവലപ്മെൻറ്റ്, അതായത് റൂറൽ ഡെവലപ്മെൻറ്റിൽ ഈ ഹൗസിംഗ് റൂറൽ ഹൗസിംഗ് ആയാലും അർബൺ ഹൗസിംഗ് ആയാലും MSME സെക്ടർ ഫൈനാൻസിങ് ആയാലും മേജർ പ്രോജക്ട്സ് ഇൻഫ്രാസ്ട്രക്ചർ ഉൾപ്പെടെയുള്ള മേജർ ഈ പറഞ്ഞതുപോലെ സ്പേസ് ടെക്നോളജിയിലായാലും ന്യൂക്ലിയർ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനൊക്കെ വരുമ്പോഴും അതിനൊക്കെ തന്നെ ഹ്യൂജ് ഫണ്ടിങ് ആവശ്യമുണ്ട്. അപ്പോൾ ബാങ്കിങ് മേഖലയിലെ ലിക്വിഡിറ്റി ക്രൈസിസ് അതിനകം തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു കൺസേൺ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രകടിപ്പിച്ചിരുന്നു. ഒരു ലിക്വിഡിറ്റി ക്രൈസിസിനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒന്നും ഈ കാണുന്നില്ല. ഇപ്പോൾ നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് നോക്കിയോളൂ, സെൻസെക്സിലും 80,000 ക്രോസ് ചെയ്ത ഒരു കാലഘട്ടത്തിലാണ്. കഴിഞ്ഞ ഈ 4 വർഷത്തിന് ശേഷം ഒരു പഠനം, അതും എക്കണോമിക് സർവേ എന്ന് പറയുന്നത് ഈ ഇക്വിറ്റി ക്യാഷ് സെഗ്മെൻറ്റിൽ 40% ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരുന്നവരും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സാണ്. അപ്പോൾ എത്ര കണ്ട് ഈ ട്രഡീഷണൽ മേഖലയിൽ ഇന്ത്യയിൽ വേണ്ടിയിരുന്ന ആ ഒരു ഒരു സേവിങ്സ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു പോയി എന്നുള്ളത്, അത് വരും വർഷങ്ങളിൽ ഇതിനെ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ ഒരു ലിക്വിഡിറ്റി ക്രൈസിസ്, അതായത് ബാങ്കിങ് മേഖലയിലെ ലിക്വിഡിറ്റി ക്രൈസിസിലേക്ക് ഇത് വഴിതെളിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ്റെ കാര്യം പറയുമ്പോഴേക്കും ഈ ഇൻറ്റേൺഷിപ്പ് 2 തരത്തിൽ അതിനെ നമുക്ക് കാണാം. ഇത് 1 കോടിയോളം യുവാക്കൾക്ക് പെട്ടെന്ന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. അത് ഓവർനൈറ്റ് അല്ല, അത് വരുന്നുണ്ട്. അവരുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് ഇത് കാര്യമായി സാധിക്കുന്നുണ്ട്. കാരണം 500ഓളം ടോപ്പ് കമ്പനികളിലേക്കാണ് ഈ 1 crore യൂത്ത് ഇൻറ്റേൺഷിപ്പിന് പോകുന്നത്. 5,000 രൂപയെ സാലറി ഉണ്ട്. പക്ഷേ അതൊരു എംപ്ലോയ്മെൻറ്റായിട്ട് ശരിക്ക് ഒരു കണക്കാക്കാൻ കഴിയില്ലെങ്കിലും അവർക്ക് ഒരു ബെനിഫിറ്റ് വരുന്നത് അവർക്ക് മാത്രമല്ല, MSME സെക്ടർക്കും മറ്റ് പ്രൈവറ്റ് കമ്പനികൾക്കുമുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1 കോടി യുവാക്കൾ ഈ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പിൽ 500 കോർപ്പറേറ്റ്സിൽ ട്രെയിനിങ് നടത്തി അവരുടെ ഒരു സ്കിൽ ഡെവലപ്മെന്റ് അത് അവരുടെ പൊട്ടൻഷ്യലിൽ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഒരു ഇടവേള കൂടി അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വീണ്ടും ബജറ്റ് അവലോകനത്തിലേക്ക് പോവാണ്. ശ്രീ പി ഗോപാലകൃഷ്ണൻ, നമ്മൾ കേരളത്തിന്റെ കാര്യം വിട്ടിനിപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ബജറ്റിന്റെ കാര്യം തന്നെ സംസാരിച്ചാൽ എവിടെ തൊഴിൽ ചോദിക്കുന്നവർക്ക് ഇന്റേൺഷിപ്പ് ആണോ, അതല്ലെങ്കിൽ തൊഴിൽ കൊടുത്താൽ ഞങ്ങൾ ആദ്യത്തെ മാസത്തെ സാലറിക്ക് ഒരു വിഹിതം നൽകാമെന്ന് പറയാണോ വേണ്ടത്? ഇപ്പോൾ അഗ്രേറിയൻ ഡിസ്ട്രസ് ഉണ്ട്, PM കിസാൻ സമ്മാൻ നിധി ഉയർത്തിയോ? ഇല്ല. വായ്പ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ ആളുകൾക്ക്. ഞാൻ 2-3 കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാൻ താങ്കൾ സമയം തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, നേരത്തെ ഇവിടെ 2-3 ആളുകൾ സൂചിപ്പിച്ചു. അതിൽ റഹീമിനോട് എനിക്ക് ചോദിക്കാൻ, റഹീം പാർലമെൻറ്റിൽ തന്നെയല്ലേ പോയത്? അതോ ഡൽഹിയിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി ചുറ്റിയടിച്ച് പോകുന്നതാണോ? അതോ ഡൽഹിയിൽ പാർലമെൻറ്റിൽ പോയില്ലേ ഇന്നത്തെ ബജറ്റ് അവതരണത്തിൽ? കാരണം അദ്ദേഹം ചോദിച്ച 2 കാര്യമുണ്ട്, പ്രധാനപ്പെട്ട 2 കാര്യം. ഈ 2 കാര്യവുമാണ് ഈ ബജറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഊന്നൽ. അതൊന്ന് കർഷകരുടെ കാര്യമാണ്. കാർഷിക മേഖലയിൽ ഉൽപ്പാദനവും ഉൽപ്പാദനക്ഷമതയും അതുപോലെ തന്നെ വളർച്ചയുമാണ്. അതിനാണ് 1.52 lakh crore അനുവദിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഉൽപ്പാദനത്തിനു വേണ്ടി, അതിൻ്റെ ഉപഭോഗത്തിനു വേണ്ടി FPU അടക്കമുള്ള വിപുലമായ കാർഷിക മേഖലയിലെ നവീകരണത്തിന് വേണ്ടിയാണ് ബജറ്റ് പ്രസംഗത്തിൽ ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് തന്നെ ബഹുമാനപ്പെട്ട ധനമന്ത്രി എടുത്തത്.
എന്നിട്ട് റഹീം പറയുന്നു കാർഷിക മേഖല വെറുതെ ബ്ലണ്ടായിട്ട് ഇങ്ങ് അടിക്കുക. എൻ്റെ റഹീം വല്ലതൊക്കെ വായിച്ച് പഠിച്ചിട്ടൊക്കെ വാ, ഒരു MP ഒക്കെ അല്ലേ. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് യുവാക്കളുടെ തൊഴിലാണ്. എൻ്റെ പൊന്നി ചങ്ങാതി, യുവാക്കൾക്ക് വേണ്ടിയാണ് ദേ കാണിച്ച് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ. 500 മൾട്ടിനാഷണൽ കമ്പനിയിൽ നിങ്ങൾ പണ്ട് തൊഴിലില്ലാ വേതനം കൊടുത്ത ആൾക്കാരല്ലേ? തൊഴിലില്ലായ്മ വേതനം വേണമെന്ന് പറഞ്ഞ കേരളത്തിൽ സമരം നടത്തി ആ തൊഴിലില്ലായ്മ വേതനം മേടിച്ചവരല്ലേ DYFക്കാർ. നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് നായനാർ ഭരിച്ചപ്പോഴും അതിനു മുമ്പ് ഇടതുപക്ഷക്കാർ ഭരിച്ചപ്പോഴും ഈ തൊഴിലില്ലാ വേതനം വേണം എന്തു പറഞ്ഞിട്ട് ആ വേതനത്തിന് വേണ്ടി ബഹളം വെച്ചവരല്ലേ? ഇവിടെ വെറും വേതനമല്ല, ഇവിടെ 500 മൾട്ടിനാഷണൽ കമ്പനിയിൽ ഇൻറ്റേൺഷിപ്പ്, ആ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞാൽ അവരെ വിദേശത്തോ അവിടെയോ അവരെ ജോലിക്കെടുക്കും. നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത്? ഈ ജോലി എന്ന് പറഞ്ഞാൽ, ഈ എംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അത് ലാർജ് സ്കെയിലിൽ പബ്ലിക് സെക്ടറിൽ വേണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പബ്ലിക് സെക്ടറിൽ അല്ല ഭാരതീയ ജനതാ പാർട്ടി താല്പര്യം കാണിക്കുന്നത്. ഞങ്ങൾ കാണിക്കുന്നത് പ്രൈവറ്റ് സെക്ടറാണ്. ലാർജ് സ്കെയിൽ എംപ്ലോയ്മെൻറ്റ് പ്രൈവറ്റ് സെക്ടറിൽ ഉണ്ടാവണം. അതുകൊണ്ട് ഒരു എക്കോ സിസ്റ്റമാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ആ എക്കോ സിസ്റ്റം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള മത്സരമാണ്. അല്ല, ഞാനൊന്ന് തീർത്തോട്ടെ, 2 പോയിന്റ് പറയാനുണ്ട്. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള മത്സരമാണ്. പുതിയ പദ്ധതികൾ ഞാൻ തീർക്കാം. പുതിയ പദ്ധതികൾ കൊണ്ടുവരും. ഈ പുതിയ പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ അദാനി അംബാനിയും തെറി പറഞ്ഞ് ഞങ്ങൾ ഈ പ്രൈവറ്റ് സെക്ടറിലേക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എംപ്ലോയ്മെൻറ്റ് കൂടും. നിങ്ങളുടെ മനോഭാവമാണ് മാറ്റേണ്ടത്. തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്. ഇന്ത്യയിലെ മുഴുവൻ മാനുഫാക്ചറിങ്ങും തമിഴ്നാട്ടിലേക്ക് പോവുക, കർണാടകയിലേക്ക് പോവുക. തെറി പറഞ്ഞ് ഈ നാട്ടിൽ വന്നവരെ മുഴുവൻ ഓടിച്ചു. ഒരു ട്രാക്ടർ വന്നപ്പോഴും കമ്പ്യൂട്ടർ വന്നപ്പോഴും ഓടിച്ചു. ആ നിലപാട് നിങ്ങൾ മാറ്റ്. ഇപ്പോൾ ഏറ്റവും അനുകൂലമായ 4 കോടി യുവാക്കൾക്ക് നൈപുണ്യം കൊടുത്ത് MSMEക്ക് എല്ലാ ആനുകൂല്യവും കൊടുത്ത് അങ്ങേയറ്റത്തെ ചാൻസാണ്. അത് യൂട്ടിലൈസ് ചെയ്യാൻ നോക്ക്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം പ്രേമേന്ദ്രൻ്റെ കാര്യം പറഞ്ഞു, ഈ ബീഹാറിൻ്റെ കാര്യവും അതുപോലെ ആന്ധ്രയുടെ കാര്യവും. ഞാനിതിൻ്റെ ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ പറഞ്ഞു. ഇനി ഞാനിതിൻ്റെ ഒരു എക്കണോമിക് പൊസിഷൻ പറയാം. കേരളത്തിൻ്റെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ മോഹൻജി, ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇവിടുത്തെ അഭിലാഷ് മോഹന് ഇവിടുത്തെ അവതാരകൻ എന്ന നിലയിൽ ചോദിക്കുക, കേരള ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഇടുക്കിക്ക് ഒരു പ്രത്യേക പാക്കേജ് ഉണ്ട്, അല്ലെങ്കിൽ വയനാടിനൊരു പ്രത്യേക പാക്കേജ് ഉണ്ട്. അതെന്തിനാണ് കൊടുക്കുന്നത്? എല്ലാ സംസ്ഥാനങ്ങളും ഈക്വൽ അല്ലേ? തിരുവനന്തപുരത്തുള്ള കാഴ്ചപ്പാട് നമുക്ക് ഇടുക്കിക്ക് പറ്റുമോ? കാസർഗോഡ് മെഡിക്കൽ കോളേജ് ഇല്ല. ഞാൻ തീർക്കട്ടെ. കഴിഞ്ഞ ബജറ്റിലോ അതിന് മുമ്പത്തെ ബജറ്റിലോ കൊടുത്തുകൂടായിരുന്നോ? ആന്ധ്രക്ക് കൊടുത്തുകൂടായിരുന്നോ? ആന്ധ്രാപ്രദേശ് റീഓർഗനൈസേഷൻ ബിൽ അനുസരിച്ചിട്ടുള്ള സഹായധനം ആന്ധ്രക്ക് കൊടുത്തുകൂടായിരുന്നോ? ഒരു 5-6 കൊല്ലം മുന്നേ കൊടുത്തില്ലല്ലോ. അന്ന് നായിഡു ചോദിച്ചപ്പോൾ പൊക്കോന്നല്ലേ പറഞ്ഞത്? ഞാൻ ചോദിക്കട്ടെ വേറൊരു കാര്യം. ഒന്നും ചോദിക്കാതെ ഈ 19-20 ആളുകൾ വലിയ പാറക്കല്ലും കൊണ്ട് നരേന്ദ്രമോദിയുടെ മോന്തക്കെറിയാൻ പോയിട്ടും കേരളത്തിന് കിട്ടിയില്ലേ? കേരളത്തിൽ ഇപ്പോൾ അഭിലാഷ് മോഹനൻ യാത്ര ചെയ്യുന്ന റോഡുണ്ടല്ലോ, അതൊക്കെ BJP സർക്കാരിന്റെ പണം കൊണ്ടുണ്ടാക്കിയ സ്ഥലമേറ്റെടുക്കാൻ കേരള സർക്കാർ കിഫ്ബി വഴി 5000 കോടി കൊടുത്തപ്പോഴാണ് ഇപ്പോൾ നടപ്പാവുന്നത്. ഈ ദേശീയപാത അതോറിറ്റി ദേശീയപാത ഹൈവേ പണി ഇപ്പോഴാണോ തീരുമാനിച്ചത്? എത്ര കാലം മുമ്പ് തീരുമാനിച്ചാണ്? പണി നടന്നിരുന്നില്ല, ഇപ്പൊ നടക്കുന്നു. നല്ല കാര്യം, അത്രേ ഉള്ളൂ. അതിപ്പോ ഔദാര്യമാണോ? ദേശീയപാത അതോറിറ്റി റോഡ് പണിയുന്നുണ്ട്. കേരളത്തിൽ സ്ഥലമേറ്റെടുത്ത് കൊടുത്തില്ലേ? 5000 കോടി കിഫ്ബി വഴി കൊടുത്തില്ലേ? 25% ഈ ലാൻഡ് അക്വിസിഷന്റെ ഭാരം വഹിച്ചില്ല. ഇതെല്ലാം വന്നപ്പോഴാണ് റോഡ് വന്നത്. നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കില്ല എന്നുണ്ടെ പിന്നെ ഞാൻ എല്ലാ സംസ്ഥാനങ്ങളും അങ്ങനെ തന്നെയാണ്. കർണാടക എടുത്തു കൊടുത്തിട്ടുണ്ട്. കേരളം മാത്രമൊന്നുമല്ല, കർണാടക എടുത്തു കൊടുത്തിട്ടുണ്ട് സ്ഥലം, മധ്യപ്രദേശും എടുത്തു കൊടുത്ത സ്ഥലം. നിങ്ങൾ കേരളം മാത്രം എടുത്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണല്ലോ ഇതൊക്കെ നടന്നത് എന്ന് പറഞ്ഞതാണ്. കേരളം മാത്രം എടുത്തു കൊടുത്തു എന്നല്ല പറഞ്ഞത്. ഇപ്പോഴാണല്ലോ ഇതൊക്കെ നടന്നത്. ഇപ്പോൾ 26,000 കോടി ബീഹാറിൽ റോഡ് ഇൻഫ്രാസ്ട്രക്ചറിന് മാത്രം ഉണ്ടല്ലോ. കേരളത്തിൽ നമ്മൾ അങ്ങനെയുള്ള ഒരു നമ്പറും കേട്ടില്ല. 26,000 കോടി ബീഹാറിലെ റോഡ് പണിയാനുണ്ട്. കേരളത്തിൽ ഇപ്പോ ഓൺഗോയിങ് ആണ് ദേശീയപാത അതോറിറ്റിയുടെ പ്രോജക്ട്. അത്രേ ഉള്ളൂ, അതിനൊന്നുമില്ല. ഞാനൊന്ന് സംസാരിക്കട്ടെപ്പാ. നിങ്ങള് അങ്ങനെ പ്രസംഗിക്കല്ലേ? ബജറ്റ് പ്രസംഗം നടത്തുന്നത് നിർമ്മലാ സീതാരാമനാ, നിങ്ങളല്ലല്ലോ. നിങ്ങൾ ചോദ്യമല്ലേ ചോദിക്കുന്നത്, ഉത്തരം പറയട്ടെ. 2 കാര്യം പ്രധാനപ്പെട്ട വിഷയമാണ്. അല്ല, അത് ഞാനൊന്ന് സംസാരിക്കട്ടെപ്പാ. നിങ്ങൾ മൈക്കിന് എനിക്ക് ഞാൻ പറഞ്ഞാൽ കേൾക്കണ്ടേ? നിങ്ങൾ എനിക്ക്
നിങ്ങൾ പ്രസംഗിക്കുക എന്നിട്ട് സമയം പോയി എന്ന് പറയാം. എൻ്റെ പോയിന്റ് ഒന്ന് നിങ്ങൾ കേൾക്ക്. അതായത് അടുത്ത കാലത്ത് വിഭജിക്കപ്പെട്ട ഒരു സംസ്ഥാനം എന്ന നിലയിൽ ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ് ആന്ധ്രയിൽ കൊടുത്തത്. ബീഹാറിൽ കൊടുത്തിട്ടുണ്ട്. ബീഹാറിൽ കൊടുക്കുന്നത് കേരളത്തിൽ ഇടുക്കിക്കും വയനാടിനും കൊടുക്കുന്നത് പെട്ടെന്ന് മറുപടി. എനിക്ക് സമയം അതിക്രമിച്ചുകൊണ്ട് ഞാൻ ചോദ്യമൊന്നും ചോദിക്കുന്നില്ല, ഇതിന് മറുപടി എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്നോടാണോ? ആ, ഇവിടെ ശ്രീ ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞത് കാർഷിക മേഖലയ്ക്ക് എന്തൊക്കെയോ കൊടുത്തു എന്നാണ്. ഇന്ന് ധനമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ആ ബഡ്ജറ്റിൽ ഇന്ത്യയിലെ കർഷകർ അവരുടെ അവകാശ സമരങ്ങളിലൂടെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഏതെങ്കിലും ഒരു കാര്യത്തെ ഇതിനകത്ത് അഡ്രസ്സ് ചെയ്യുന്നില്ല. ഉത്തർപ്രദേശിലെ കനത്ത പരാജയത്തിന് ശേഷം BJP തന്നെ വിലയിരുത്തി അവരുടെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. 2 കാര്യങ്ങളാണ് അവർ പ്രധാനമായും പറഞ്ഞത്. കാർഷിക മേഖലയിലെ സർക്കാരിൻ്റെ നയം തിരുത്തണം, മറ്റൊന്ന് അഗ്നിവീർ അവസാനിപ്പിക്കണം. ഇത് രണ്ടും ചെയ്തില്ല. ഇനി ഞാൻ തൊഴിലിൻ്റെ പ്രശ്നത്തിലേക്ക് വരികയാണ്. എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ ഇൻസെൻറ്റീവ് വലിയ കാര്യമായിട്ട് പറയുകയാണ്. രാജ്യത്തുള്ള വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്ക് 5000 രൂപ വെച്ച് പെർ മന്ത് ഇൻറ്റേൺഷിപ്പിന് ആളെ കൊടുക്കുമെന്നാണ്. യഥാർത്ഥത്തിൽ അത് കടുത്ത എക്സ്പ്ലോയിറ്റേഷൻ ആ കമ്പനികളെ സഹായിക്കുകയല്ലേ ചെയ്യുന്നത്. എന്നിട്ട് അവിടെ CSR ഫണ്ടിൽ നിന്ന് അതെല്ലാം ഉപയോഗിക്കും. 5000 രൂപ ഗവൺമെൻറ് ഈ പറയുന്ന ഇതായിട്ട് കൊടുക്കുമെന്നൊക്കെയാണ് അവർ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് രാഹുൽ ഗാന്ധി പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ ഇലക്ഷന് മുമ്പുള്ള സംഗതിയിൽ ഈ പറഞ്ഞ സംഗതി ഉണ്ടായിരുന്നു, സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടി ഇന്റേൺഷിപ്പ് ആണ് ഈ പദ്ധതി എന്നാണല്ലോ പറഞ്ഞത് ജയറാം രമേശ് ആദ്യം പറഞ്ഞത് ഞങ്ങൾ കട്ടെടുത്തുന്ന ജയറാം രമേശ് ആദ്യം പറഞ്ഞത് ഞങ്ങൾ കട്ടെടുത്തുന്ന റഹീമിന്റെ അവസരം അല്ല അതാണല്ലോ എൻ്റെ അല്ല ജയറാം രമേശ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് പ്ലീസ് എൻ്റെ നേതാവൊന്നുമല്ല ജയറാം രമേശ്, രാഹുൽ ഗാന്ധി. കേൾക്ക് DYFIക്ക് അത് സംബന്ധിച്ച് വ്യക്തമായ അഭിപ്രായമുണ്ട്. 2 കാരണങ്ങളാൽ അത് ഞങ്ങൾ എതിർക്കുന്നു. ഒന്നാമത്തെ കാരണം അതല്ല വേണ്ടത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഞങ്ങൾക്ക് സ്ഥിരം തൊഴിലുകളാണ് വേണ്ടത്. എക്കണോമിക് സർവേ റിപ്പോർട്ട് പറയുകയാണ്, നിങ്ങൾ എന്നെ വിട്ടേക്കൂ. എക്കണോമിക് സർവേ റിപ്പോർട്ട് വളരെ ക്ലിയറായി പറയുന്നു, 78.5 ലക്ഷം തൊഴിലുകൾ പ്രതിവർഷം നമുക്ക് സൃഷ്ടിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല അത് കാർഷിക മേഖലയിൽ ഇന്ന് കാർഷിക മേഖലയിൽ 2023 തൊഴിലിനേക്കാൾ 2040 ആകുമ്പോൾ അത് 4-1 ചുരുങ്ങും. അപ്പോൾ ഇതനുസരിച്ച് കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് പുതിയ തൊഴിൽ സാധ്യത സൃഷ്ടിക്കണം. ഈ പറയുന്ന പ്രപ്പോസൽ, ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രപ്പോസൽ അതിന് ഉചിതമാണോ? നമ്പർ 1. എക്കണോമിക് സർവേ റിപ്പോർട്ട് പറയുന്നു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നതോടുകൂടി ഉണ്ടാകുന്ന തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്ന മാറ്റം, ആ പ്രശ്നം അഡ്രസ്സ് ചെയ്യുന്നത് വീണ്ടും മാറണം. അതിവിടെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ? ഇൻസെൻറ്റീവ് കൊടുക്കാമെന്ന് പറയാം. നിങ്ങൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ഈ പറയുന്ന പ്രൊജക്റ്റ് പറയുകയും ചെയ്താൽ മനസ്സിലാക്കാൻ കഴിയും. തൊഴിലവസരം ശരി 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 ഏഴരയ്ക്ക് വീണ്ടും കാണാം. എനിക്ക് ഇപ്പോ വേറൊരു വിഷയത്തിലേക്ക് പോകാനുണ്ട്. 3:30 വീണ്ടും ബിസിനസ് ആസ്പെക്ട്സുമായി ഞാൻ 3:30 വീണ്ടും ബജറ്റ് അവലോകനം ചെയ്യാം. ഇപ്പൊ സമയമില്ല, അതുകൊണ്ടാണ് 3 പേർക്കും വളരെ നന്ദി. ഒപ്പം ശ്രീ NK പ്രേമചന്ദ്രന് നന്ദി. ഈ പറഞ്ഞ തൊഴിലിന്റെ വിഷയം റഹീം നമുക്ക് രാത്രി 7:30 സംസാരിക്കാം. ഞാൻ അങ്ങേ കാത്തിരിക്കും. ഇപ്പോ ഒരു ഇടവേള.